നമസ്കാരം, വിനയാസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. ടിപ്പ് നമ്പർ 1. നമ്മുടെയൊക്കെ വീടുകളിൽ മാവ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിറച്ച് മാങ്ങയും ഉണ്ടാകും. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. റോഡ് സൈഡ് നിൽക്കുന്ന മാവ് നമ്മുടെ വീട്ടിൽ നമ്മൾ നട്ടു വളർത്തുന്ന മാവ് കഴിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ഫലം നൽകുന്നവയായിരിക്കും. റോഡിൽ കൂടെയൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നിറച്ച് മാങ്ങകളുമായിട്ട് കൊമ്പിങ്ങനെ റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്തുകൊണ്ടാണ് ഈ റോഡ് സൈഡ് നിൽക്കുന്ന മാവ് കൂടുതലായിട്ട് കായ്ക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാമോ? റോഡിൽ കൂടി പോകുന്ന വാഹനങ്ങളാണ് അതിന് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ വാഹനങ്ങൾ പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ് ആണ് മാവ് ഇത്രയധികം കായ്ക്കുവാൻ കാരണമാകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് നാച്ചുറലായിട്ട് കാർബൺ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതേപോലത്തെ കുറച്ച് കരിയിലകളാണ്. മിക്കവാറും മാവിൻ ചുവട്ടിൽ കരിയിലകൾ ഉണങ്ങിയത് ഉണ്ടാവുമല്ലോ. അവ ഇതുപോലെ ഒന്ന് അടിച്ച് കൂട്ടി വെച്ചതിന് ശേഷം നമുക്ക് തീയിട്ട് കൊടുക്കാം. തീയിട്ട് കൊടുക്കുമ്പോൾ തീ ആളി കത്തിക്കുകയൊന്നും ചെയ്യരുത്. പുകഞ്ഞാൽ മാത്രം മതി. നമുക്ക് ആ ഒരു പുക മാത്രമാണ് ആവശ്യം. രാവിലെയോ വൈകുന്നേരമോ വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുക നേരെ മുകളിലേക്കും മാവിൻ്റെ ഇലകളിലേക്കും ഒക്കെ എത്തത്തക്ക രീതിക്ക് വേണം പോകാനായിട്ട്. അപ്പോൾ കാറ്റൊക്കെ ഉള്ള സമയത്താണെങ്കിൽ 4 വശത്തോട്ടും പുക പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിവതും നിങ്ങൾ രാവിലെയോ വൈകുന്നേരമോ ഈ കാര്യങ്ങൾ ചെയ്യുക. അല്പം വെള്ളം കൂടി അടുത്തൊന്ന് വെച്ചേക്കണം. കാരണം തീ കത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒഴിച്ച് കെടുത്തുകയും ചെയ്യാമല്ലോ. 1-2 ആഴ്ച അടുപ്പിച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഏത് കായ്ക്കാത്ത മാവും കായ്ക്കുവാനായിട്ട് തുടങ്ങുന്നതായിരിക്കും. പൂക്കുലകളൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഈ കൊടുത്ത ഈ ഒരു പുക കൊണ്ടാണ് നമ്മുടെ മാവ് ഇത്രത്തോളം കായ്ച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ആരും ഇതുപോലെ ചെയ്തു നോക്കിയിട്ടില്ല എങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കരുത്. ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 2. ഞാനിവിടെ കുറച്ച് ആര്യവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ മിക്ക വീടുകളിലും കാണപ്പെടുന്ന ഒരു വൃക്ഷമാണല്ലോ ആര്യവേപ്പ്. ഇത് നട്ടുപിടിപ്പിച്ചാൽ നമുക്ക് ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല. അത്ര അധികമാണ് ആര്യവേപ്പ് നൽകുന്ന ഗുണങ്ങൾ. ഈ ആര്യവേപ്പിൻ്റെ ഇലകൾ, വിത്ത്, തൊലി എന്നിവയെല്ലാം ധാരാളം ഔഷധങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഞാനിപ്പം ഈ ആര്യവേപ്പില എല്ലാം കൂടെ ഇതുപോലൊന്ന് ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഉണക്കിയിട്ട് എടുക്കണം. അപ്പം വെയിലില്ല എങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് നമുക്ക് ഉണങ്ങി കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ വെയിലത്ത് വെച്ചിട്ട് ഒരു ദിവസം വെച്ചാൽ തന്നെ ഇപ്പോഴത്തെ ആ ഒരു ചൂടനുസരിച്ചിട്ട് നന്നായിട്ട് തന്നെ നമുക്ക് ഉണങ്ങി കിട്ടും. ഞാനിപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഓവനകത്തേക്കൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതുകൊണ്ട് ഇതേപോലെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് ഉണങ്ങിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. അപ്പോഴത്തേനും തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിങ്ങനെ നല്ല മൊരിഞ്ഞ് കിട്ടും. ഇലയൊക്കെ ഇങ്ങനെ പൊടിഞ്ഞ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് സവാള തൊലിയാണ്. അപ്പം ഞാൻ സവാള തൊലി ഇതുപോലൊരു ചീനച്ചട്ടിയിലോട്ട് ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പം ഈ സവാള തൊലിയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ടിത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു രീതിക്ക് നല്ലതുപോലെ ഒന്ന് എന്താ പറയുന്നത്, നന്നായിട്ട് ഇതൊന്ന് ചൂടായിട്ട് ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. അപ്പോൾ ഇതും ഞാൻ അതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ചെയ്യേണ്ടത് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. ചെറിയ ജാറിലേക്ക് നമുക്ക് ആദ്യം ഇത് രണ്ടും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാവേ. ആര്യവേപ്പിലയും അതുപോലെ തന്നെ ഈ ഉള്ളിത്തൊലിയും കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ചൂടിട്ട് കൊടുക്കരുത്. ഒന്ന് പൊടിച്ചെടുക്കാൻ പരുവത്തിന് ചെറു ചൂടിൽ. ഈ സവാള തൊലിയൊക്കെ ആണെങ്കിൽ നമ്മൾ വെറുതെ പച്ചക്കറി വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ട് പോകുന്ന ഒരു സംഭവമാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ കിടിലൻ ഈ ഒരു ടിപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടതുണ്ടല്ലോ കോഫി പൗഡറാണ്. അപ്പോൾ ഞാൻ 1 സ്പൂൺ കോഫി പൗഡറും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ട് വരാം. ഇങ്ങനെ നല്ലപോലെ ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരയണ്ട. ഇതുകൊണ്ടോ ഈ ഒരു രീതിക്ക് നമുക്ക് അരഞ്ഞ് കിട്ടിയാൽ മതി. കണ്ടല്ലോ, പച്ച കളറും അതുപോലെ തന്നെ ആ ഒരു സവാളയുടെ ആ ഒരു തൊലിയുടെ കളറും ഒക്കെ കൂടെ കൂടിയിട്ട് ഇതേപോലെയാണ് നമുക്ക് തരിതരിയായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ടല്ലോ. ഇനി നമുക്ക് ഇതൊരു ചെറിയൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കാവേ. അപ്പോൾ ഞാനിത് അതേപോലെ ചെറിയൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള നല്ലൊരു പാത്രത്തിലോട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്.
ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു 2-3 കർപ്പൂരത്തിൻ്റെ ടാബ്ലറ്റും കൂടെ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടും കൂടെ എടുക്കാവേ. അപ്പം ഇതേപോലെ ഞാൻ കൈ വച്ചിട്ടൊന്ന് പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറയാം. നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ കൊതുകുകളെയും മറ്റു പ്രാണികളെയും ഒക്കെ തുരത്താനുള്ള നല്ല കിടിലൻ ഒരു സൂത്രമാണിത്. നമ്മൾ സാധാരണ കൊതുകുകളെ തുരത്താൻ വേണ്ടിയിട്ടൊക്കെ മാർക്കറ്റുകളിൽ നിന്ന് ലഭിക്കുന്ന കെമിക്കലുകളൊക്കെയാണല്ലോ എല്ലാ വീടുകളിലും മിക്കവാറും ഒക്കെ ഉപയോഗിക്കാറുള്ളത്. എന്നാൽ അത് കൊണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കുന്നതിലുമൊക്കെയും അപ്പുറത്താണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ, അതുപോലെ തന്നെ പ്രായമായ ആൾക്കാരുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ ഈ കെമിക്കലുകൾ ഉപയോഗിക്കുന്നത് വളരെയധികം ദോഷം ചെയ്യും. ചെറിയൊരു മൺചിരാത എടുത്തിട്ട് അതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പൗഡർ ഇതുപോലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിറച്ചും നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെപ്പോഴും കെമിക്കലുകളുടെ പുറകെ പോകാതെ ഇതുപോലെ നാച്ചുറലായിട്ടുള്ള റെമഡീസൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ കൊതുകുകളെയൊക്കെ നമുക്ക് തുരത്താൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം ഇതിന് പ്രത്യേകിച്ച് ചിലവുകളൊന്നുമില്ല. അരിവേപ്പിലയും സവാളയുടെ തൊലിയും ഒക്കെ കൂടെ കൂട്ടിയിട്ട് കോഫി പൗഡർ, അതുപോലെ തന്നെ കർപ്പൂരമൊക്കെ ഇപ്പം മിക്ക വീടുകളിലും ഉണ്ടാവുമല്ലോ. കാപ്പിപ്പൊടിയുണ്ട്, അതുപോലെ തന്നെ മറ്റ് 2 സാധനങ്ങളും നമ്മുടെ വീട്ടിലെപ്പോഴും ഉള്ളതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് ഈ നാച്ചുറലായിട്ടുള്ള ഈ ഒരു എന്താ പറയുന്നത് മോസ്കിറ്റോ റിപ്പല്ലൻ്റ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതുപോലെ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രദ്ധ കൊടുക്കുക. കെമിക്കലുകളുടെ പുറകെ പോകാതെ കണ്ട് അത് നമുക്ക് ഒരുപാട് ദോഷം മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് ഈ കർപ്പൂരം ചേർത്ത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്കിത് ഈസി ആയിട്ട് കത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഞാനിതുപോലെ ഒന്ന് കത്തിച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ കത്തുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കത്തി വന്ന് അതിൽ ചെറുതായിട്ടൊന്ന് തീ ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് കെടുത്തി കൊടുക്കാം. അപ്പോൾ ഒന്ന് ഊതിക്കെടുത്തി കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് ഇങ്ങനെ പുകഞ്ഞു കിട്ടും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പതുക്കെ ഇത് പുകയത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് എന്ന് പറയുന്നത് കൊതുകുകൾക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ല. അപ്പം ഈ ഒരു സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊതുകുകളോ മറ്റു പ്രാണികളോ ഒന്നും തന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിൽക്കത്തില്ല. അപ്പോൾ സന്ധ്യയാകുന്ന സമയത്ത് ഇതേപോലെ അല്പം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പുകച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ വീട്ടിന് നല്ലൊരു സുഗന്ധമാണ്. കാരണം ഇത് കത്തുമ്പോഴുണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ, കർപ്പൂരത്തിൻ്റെയും അതുപോലെ തന്നെ ആര്യവേപ്പിലയുടെയും കോഫി പൗഡറിൻ്റെയും ഒക്കെ കൂടിയിട്ട് നമ്മൾ മനുഷ്യർക്ക് യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടാക്കാത്ത നല്ലൊരു സുഗന്ധമാണ്. എന്നാൽ കൊതുകുകൾക്ക് ഇത് അത്ര താല്പര്യമില്ല. അപ്പം അവർ പെട്ടെന്ന് തന്നെ വീടിന് വെളിയിലേക്ക് പോകുന്നതായിരിക്കും, അതല്ലെങ്കിൽ ചത്തു വീഴുന്നതായിരിക്കും. അപ്പം ഈ ഒരു രീതിക്ക് നിങ്ങളിനി കൊതുകിനെ തുരത്താനായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നമുക്കിത് പാർശ്വഫലങ്ങളൊന്നും നൽകുന്നതല്ല. ഇനി നിങ്ങൾക്ക് ഈ പുക അത്ര താല്പര്യം ഇല്ല എങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു മിക്സിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു തിരി ഇട്ടിട്ട് കത്തിച്ചാലും മതി. അപ്പം ആ ഒരു തിരി കത്തുമ്പോൾ തന്നെയുള്ള ആ ഒരു സ്മെല്ല് കൊണ്ട് തന്നെ കൊതുകുകളൊക്കെ പുറത്തു പോകുന്നതായിരിക്കും. അപ്പോൾ ഈ 2 രീതിക്കും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. ടിപ്പ് നമ്പർ 3, ഞാനിവിടെ കുറച്ച് ഉണക്കമീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി വെയിലത്ത് വെച്ചിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് ഉണക്കിയെടുത്തതാണ്. ഇനി നമുക്കിത് ഒന്ന് വറുത്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഒത്തിരി ഓയിലൊന്നും യൂസ് ചെയ്യാതെ കണ്ടാണ് നമ്മളിത് വറുത്തെടുക്കുന്നത്. കാരണം ഇത് ഓൾറെഡി നന്നായിട്ട് ഉണങ്ങിയതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുണ്ടെങ്കിൽ പെട്ടെന്ന് ചെറിയ മീനായതുകൊണ്ട് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇതേപോലെ ഞാൻ 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വേറെ ഒന്നും ഇപ്പോൾ ചേർത്തിട്ടില്ല. ഇനി നമ്മൾ ഇതുപോലെ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, കറിവേപ്പില, കുറച്ച് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു ഉണ്ട പുളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് തേങ്ങയും ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടൊന്ന് എടുക്കണം. അപ്പം പുളി ഒഴിച്ച് ബാക്കി എല്ലാം കൂടെ ഞാൻ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അടുക്കി പിടിക്കാതെ. ഈ ഒരു രീതിക്ക് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ കൂട്ടിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് പൊടിയൊക്കെ ഒന്ന് ചൂടായി വരണം. ആ പച്ചമണം എല്ലാം ഒന്ന് മാറി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിനി ചമ്മന്തി ഇടിക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി, ഉണക്കമീൻ ചമ്മന്തിപ്പൊടിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. വിദേശത്തേക്കൊക്കെ കൊടുത്തു വിടാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പം ആദ്യം മീൻ ഇതുപോലെ നമുക്കൊന്ന് കറക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെയായിട്ട് 2-3 ട്രിപ്പായിട്ട് വേണം നമ്മൾ ഈ ചമ്മന്തി ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് ഇതേമാതിരിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി ഇത് 2-3 തവണയായിട്ട് നമുക്കൊന്ന് പൊടിച്ചിട്ട് എടുക്കാം കേട്ടോ.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ ചമ്മന്തിപ്പൊടിയാണ് ഇപ്പം നമ്മളിവിടെ റെഡിയാക്കിയത്. അപ്പോൾ ഇത് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഞാൻ അല്പം കറിവേപ്പില വറുത്തതും കൂടി ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ടെന്നേ ഉള്ളൂ, അത്യാവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചമ്മന്തിപ്പൊടിയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണേ. ഇനി നമുക്ക് ലാസ്റ്റ് ടിപ്പിലോട്ട് പോകാം. ടിപ്പ് നമ്പർ 4, ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണ്. ഇതുപോലൊരു ഇടികല്ലിലേക്ക് 5-6 വെളുത്തുള്ളിയുടെ അല്ലി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം സവാള ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുക. സവാളയോ ഉള്ളി എടുക്കാവേ. പിന്നെ നമുക്ക് വേണ്ടത് കാന്താരിമുളകാണ്. നല്ല മൂത്ത് നല്ല എരിവുള്ള കാന്താരിമുളക് എടുക്കുക. പഴുത്തത് വേണ്ട കേട്ടോ, നല്ല മൂത്തത് മതി. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചതച്ചിട്ടെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്നും ചതയ്ക്കേണ്ട, ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് പൊട്ടി കിട്ടിയാൽ മതിയേ. അപ്പോൾ ഇതുപോലെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയപ്പോഴത്തേനും ആ ഒരു കെമിക്കൽ റിയാക്ഷൻ കണ്ടോ, ഒന്ന് പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ടേ. അത് ആ വിനാഗിരിയും ബേക്കിംഗ് സോഡയും തമ്മിലുള്ള ഒരു റിയാക്ഷനാണ്. ഈ മിക്സ് നമുക്കൊന്ന് അരിച്ചിട്ട് സ്പ്രേ ബോട്ടിലേക്കൊന്ന് ആക്കി കൊടുക്കണം. ഇത് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ പല്ലികളെ തുരത്താൻ വേണ്ടിയിട്ടുള്ള കിടിലൻ ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ വോളിലൊന്നും പാടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഈ വെള്ളത്തിന് കളറില്ലാത്തത് കൊണ്ട് തന്നെ പാടുകളൊന്നും ഉണ്ടാവത്തേയില്ല. അതുപോലെ തന്നെ ഇത് നമ്മളിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് പല്ലിയുടെ ദേഹത്ത് വീണിട്ടുണ്ടെങ്കിൽ പിന്നെ പല്ലിയുടെ കാര്യം തീർന്നു. കാരണം ഇത് കാന്താരിമുളകാണല്ലോ. അപ്പം അതേമാതിരി നമുക്ക് പല്ലിയെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കുലത്തോട് കൂടിയിട്ട് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കറിയാമല്ലോ കിച്ചണിലൊക്കെയാണ് പല്ലി ഏറ്റവും കൂടുതൽ കാണാറുള്ളത്. ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒന്ന് തുറന്നിരുന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മളറിയാതെ നമ്മുടെ കണ്ണ് തെറ്റിയിട്ടുണ്ടെങ്കിൽ പല്ലി അതിൽ വന്ന് ഇരിക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ചോറൊക്കെ എടുത്തിട്ട് തവിയൊക്കെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആ തവിക്കുള്ളിലൊക്കെ ഇവ വന്ന് നമ്മുടെ കണ്ണ് തെറ്റിയാൽ വന്നിരിക്കുകയും അത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ പല്ലികളെ പൂർണ്ണമായിട്ടും കുലത്തോടു കൂടി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.